ഇവളുടെ ദേഹത്തെങ്ങാനും കൈവച്ച ആ ജീവൻ ഞാൻ എടുക്കും.
ജെയിംസ്, അവളുടെ പേര് അമ്മു എന്നാണെന്ന് നിനക്കെങ്ങനെ അറിയാം? എന്റെ അച്ഛനും അമ്മയും അല്ലാതെ എന്നെ ജെറിന്ന് വിളിക്കുന്നത് അമ്മ മാത്രമാ. ഇതെനിക്ക് അവള് തന്നതാ. അതെ, അങ്ങനെയാണെങ്കിൽ നീ സൂര്യനാരായണന്റെ മോനാണോ? ഒരു മിനിറ്റ് നിൽക്ക. ഹലോ അച്ഛാ, അച്ഛാ, രാജു വേറെ ആരുമല്ല, സൂര്യനാരായണ സാറിന്റെ മോന. ഇപ്പൊ എന്റെ ജീവൻ രക്ഷിക്കാൻ നല്ല പ്രധാനം. ഒരു സത്യം മനസ്സിലാക്കുക എന്നുള്ളതാ ഇതുവരെ നീ മനസ്സിലാക്കാതിരുന്നൊരു സത്യം. ആ ദിവസം ഓരോരുത്തർക്കും പട്ടയം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നടന്നത് അപകടമല്ലായിരുന്നു, മനഃപൂർവ്വം അത് സൃഷ്ടിച്ചതായിരുന്നു. രാജമംഗലം നിന്റെ അച്ഛന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു കോടീശ്വരനായ രഘുപതി. അവരിരുവരും തമ്മിലുള്ള സ്നേഹത്തിന്റെ പ്രതിഫലമായി രഘുപതിയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന 300 ഏക്കർ കൃഷിസ്ഥലം അവിടുത്തെ കൃഷിക്കാർക്ക് പാട്ടത്തിന് കൊടുത്തു. ബിസിനസ് ആവശ്യങ്ങൾക്കായി രഘുപതി ലണ്ടനിൽ പോയി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ അളിയൻ ബെല്ലാരിക്ക് ഒരു സത്യം മനസ്സിലായി. സർ, നിങ്ങളുടെ ഡൗട്ട് വളരെ കറക്റ്റാണ്. ഈ മണ്ണ് ഈ ഏരിയയിലെയാണ്, ഇതിൽ അയണോറില്ല. ഈ മണ്ണ് ഈ 1000 ഏക്കറിലേതാണ്, ഇതിൽ അയണോറുണ്ട്. ഇത് വിറ്റ് കിട്ടിയാൽ വീട്ടിലെ ബാത്റൂം വരെ സ്വർണം കൊണ്ട് പണിയാ. ഇനി എന്താ വേണ്ടത്? നിന്നെ ജനങ്ങൾക്കാർക്കും ഒരു സംശയവും വരാത്ത തരത്തിൽ മുകളിൽ പവർ പ്രോജക്റ്റും അടിയിൽ നമ്മുടെ പ്രോജക്റ്റും രണ്ടും കൂടി ഒരുമിച്ച് നമുക്കങ്ങ് നടത്താം. നിങ്ങൾ നന്നായി ആലോചിക്കുക. നമ്മുടെ ഈ പ്രോജക്റ്റ് ഇവിടെ വരികയാണെങ്കിൽ നമ്മുടെ നാട് സ്വർഗമാകും. സ്വർഗം. ഫാക്ടറിയുടെ പണി കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്കൊക്കെ അവിടെ ജോലി കിട്ടും. ഏയ് എടാ രാജപ്പ, ചന്ദ്ര, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? ഫാക്ടറി വരുന്നത് നല്ല കാര്യമാണെന്ന്. അതൊക്കെ ആ ബെല്ലാരി പറയുന്ന കാര്യങ്ങളല്ലേ. ആ ഭൂമിയിൽ ഇരുമ്പയിരിന്റെ അംശം ഉണ്ടെന്ന് മനസ്സിലാക്കി അവര് മറ്റെന്തൊക്കെയോ പ്ലാൻ ചെയ്യുക. ഇരുമ്പ് കുടിച്ചെടുത്താൽ ഞങ്ങൾക്കെന്ത്, സ്വർണം കുടിച്ചെടുത്താൽ ഞങ്ങൾക്കെന്ത്. ഇനിയും മണ്ണിൽ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ. വരട്ടെ. എന്താ ഇവർക്ക് പറ്റിയേ? ഇത്ര നാളും ചേട്ടൻ പറയുന്ന മാത്രം കേട്ടിട്ടിപ്പോ അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. സത്യം അവർ മനസ്സിലാക്കട്ടെ. രഘുപതി ലണ്ടനിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവരോട് സംസാരിപ്പിക്കണം. അവരോട് ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല. നാട്ടിലൊരു നല്ല കാര്യം വരുമ്പോ തടയാൻ നോക്കുന്ന ഇവനൊക്കെ ചാകുന്നത് തന്നെ നല്ലത്. മുൻനിരയിൽ തന്നെ സൂര്യൻ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. അവൻ എവിടെ പോയടാ? അളിയന്റെ പേരിൽ വഴിപാടുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെയാ പോയത് ശ്രീശൈലത്തേക്ക്. ഓ, സൂര്യനെ കണ്ടില്ലല്ലോ. അവൻ കമ്മ്യൂണിസ്റ്റ് അല്ലേടാ. കമ്മ്യൂണിസ്റ്റുകാർക്ക് എങ്ങനെ വിശ്വാസം ഉണ്ടാകാറില്ലല്ലോ. ഇപ്പൊ അവർക്കാ ഏറ്റവും വലിയ വിശ്വാസം. വേണ്ട, പോടാ. എന്റെ കൺമുമ്പിന്ന് പൊയ്ക്കോ. നമ്മുടെ ഈ നാട്ടിൽ ഇന്നു മുതൽ ഭൂമിയില്ലാത്തവരുണ്ടാകരുത്. എല്ലാവർക്കും അതുണ്ടാകണം. വരുന്ന പൗർണമി ദിവസം എന്റെ മകളുടെ പിറന്നാൾ ദിവസമാണ്. ആ ദിവസം ഈശ്വരന്മാരെ സാക്ഷി നിർത്തി എന്റെ മകളുടെ കൈകൊണ്ട് നിങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യും. ഏതെങ്കിലും കാരണത്താൽ അളിയനും കുടുംബത്തിനും വല്ല ഹാനിയും സംഭവിച്ചാൽ സ്വത്തുക്കൾ മുഴുവൻ ട്രസ്റ്റിലേക്ക് ചേരും. ഏത് കേസിന് ചില ഓട്ടകൾ ഉണ്ടാവുമല്ലോ. ശരിക്കൊന്ന് നോക്ക്. ഒരേ ഒരു വഴിയേ ഉള്ളൂ. രഘുപതി സാറിന്റെ അഭാവത്തിൽ അവകാശി അദ്ദേഹത്തിന്റെ മകളാണ്. 18 വയസ്സ് കഴിയുമ്പോൾ അവളുടെ മൈനോറിറ്റി തീരും. അതിനുശേഷം അവളുടെ ഒരേ ഒരു ഒപ്പുകൊണ്ട് ആ സ്വത്തുക്കൾ മുഴുവൻ നിങ്ങൾക്ക് സ്വന്തമാക്കാം.
ഇന്നു മുതൽ ഞാൻ മോളുടെ മാമനല്ല, അച്ഛനാ. മോളുടെ അച്ഛൻ. പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായെന്നാണ് എല്ലാവരും ധരിപ്പിച്ചത്. ജലം വീണ് കുതിരേണ്ട മണ്ണിൽ രക്തമാണ് വീണത്. മണ്ണിന് വേണ്ടി പോരാടിയ നിന്റെ അച്ഛൻ ആ മണ്ണിൽ തന്നെ മരിച്ചു വീണു. എല്ലാം ബെല്ലാരി പ്ലാൻ ചെയ്തതുപോലെ നടന്നു. അമ്മ ജീവിച്ചിരിക്കേണ്ട ആവശ്യമാണെന്ന് ബെല്ലാരിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയവരെ ഞാൻ വെറുതെ വിടില്ല.